കയറ്റണേക്കാ സ്റ്റാലിയേക്കാണ് രാവിലെ ഇറങ്ങിയാണ്ട് പെട്ടപ്പാടാണ്. മുമ്പ് വന്നപ്പോഴാണ് വിളിച്ചു ഇവിടെ എത്തിയപ്പോൾ ലഗേജൊക്കെ ആണ് ഇത് കയറ്റിട്ട് നിങ്ങൾ വന്നിട്ട് ഇതാക്കിയാൽ നേരണ്ട് കുറച്ച് തരത്തി അവിടെ ഫ്രണ്ട് കയറ്റിന് ബാക്കി ഇതാ പോണ് ബാക്ക്. ഓ ബാക്കിൽ ആളുണ്ടോ ഇവിടെ? ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരുന്നല്ലോ ഇതില്. മൂപ്പര് സംഭവം കേട്ടോ. അവിടുന്ന് ഇതാക്കാം വീണ്ടും സാധനം കൊടുത്തേ വെച്ച ഒരുപാടുണ്ട് ഫുള്ള് കഴിഞ്ഞിട്ടില്ല. ശരി രാവിലെ ഒന്ന് വിളിച്ചു ഞങ്ങളവിടെ കഥയും പറഞ്ഞ് കുത്തിരിക്കേനി. അതിന് വന്നാണ്ട് ലഗേജ് വേണേ വണ്ടി കയറ്റൂല അവിടെ കൊണ്ടായിക്കാറ് ഫുള്ള് കാലി അതുകൊണ്ട് സമാധാനം ഇനി സുഖമായിട്ട് പോകാലോ. പറഞ്ഞാലോ ബിസ്കിറ്റോ കൽസറോ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലഗേജ് അവിടെ ട്രക്കിൽ ഇറക്കിടാറ്. മൂപ്പര് ട്രക്കേജ് ഇങ്ങോട്ട് വരും നമ്മൾ ആലോചിച്ചാ ഒക്കെ കയറ്റി വിട്ടത് റൂം കാലി. ഞങ്ങൾ കുളിച്ചു പറ്റി ഇറങ്ങട്ടെ. നേരം പോയി ഇറങ്ങി പറഞ്ഞു. നോക്കെ ബ്രോ പോ 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 പോ. ഓക്കെ ബ്രോ ഓക്കെ. ഇന്ന് നമ്മൾ പോണപ്പോൾ സിയാച്ചിലെ വാർ മെമ്മോറിയലൊക്കെ കാണാൻ വേണ്ടിയിട്ടോ. നമ്മളെ റൂം കിടക്കുന്നത് 100 അറിയാലോ. 100 ഏകദേശം 130 കിലോമീറ്റർ ഉണ്ട്. കുറച്ചൊക്കെ നല്ല റോഡും പിന്നെ ഓഫ് റോഡൊക്കെ ആയിട്ട് അങ്ങനെയുള്ള റോഡാണ്. അപ്പോൾ അതിൽ കൂടി നമ്മളിങ്ങനെ പോണേ. നമ്മളിങ്ങനെ ഇറങ്ങിയിട്ടാ ഇന്നലെ നമ്മളെ ഒട്ടകം കണ്ടില്ലേ ഏരിയത്തിട്ടോ. ഇവിടെ ഉണ്ട് മലയാളികളെ കണ്ടാണ് മുക്കത്തുള്ള ടീംസ്. ഇവര് ഇതേമാതിരി ഇങ്ങനെ കറങ്ങിറങ്ങാം ബൈക്ക് എടുത്ത് ഇറങ്ങിയിട്ട്. KL11 കോഴിക്കോടുണ്ട്. ഈ 22-ാം തീയതി 23-ാം ആയിട്ട് പ്രസിഡന്റിന്റെ സന്ദർശനം ഉണ്ട് ഇങ്ങോട്ട്. അതുകൊണ്ട് തന്നെ റോഡ് പണി തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. എല്ലാ സ്ഥലത്തും റോഡ് പണി കുറേ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ റോഡ് കുറേ പൊളിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. സിയാച്ചിനിലേക്കുള്ള ഈ വഴി എന്ന് പറയുമ്പോൾ വേറൊരു ടറയിൽ നമുക്ക് ലഡാക്കിൽ തുറന്ന പോലെ കേട്ടോ. മരുഭൂമിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പല പല നിറങ്ങളിലുള്ള ചെടികളും മുൾച്ചെടികളും പലതും കാണാനായി നല്ല രസമുണ്ട് ഈ റൂട്ട് എന്ന് പറയുന്നത്. ബോർഡർ ഓർഗനൈസേഷൻ്റെ ഒരു ബോർഡോട്ടത് ഇവിടെ ഓരോ സ്ഥലത്തേക്കുള്ള ദൂരം കാണിക്കാം. പോകാം ഞങ്ങൾ പോണ വഴിക്കാണ് കേട്ടോ. പെട്ടെന്ന് മാനാന്ന് വിചാരിക്കും, പക്ഷെ കല്ലിൽ കൊത്തി വെച്ചതാണിത്. വേറെ കൊടുന്ന് വെച്ചൊന്നല്ല, കൊത്തി വെച്ചു അതേമാതിരി 2 ഇവിടെ മാന് പോണ വഴിക്കൽ ഇങ്ങനെ. ഈ റോട്ടിൽ ഒരു 10-30 കിലോമീറ്ററിനുള്ളിലൊക്കെ ചെറിയ ചെറിയ ഗ്രാമങ്ങളുണ്ടെങ്കിലും പിന്നെ ഫുള്ള് ഒഴിഞ്ഞ റോഡേ ഉണ്ടോ. നമ്മളെ സൈഡിലായിട്ട് ഇങ്ങനെ ചെറിയൊരു പുഴ ഒഴുകുന്നുണ്ട്. അത് മാത്രമേ ഉള്ളത്, വേറെ ഒന്നുമില്ല. നല്ല റോഡാണ്. ഇപ്പോൾ ധാരിങ്ങൊക്കെ കഴിഞ്ഞുകൊണ്ട് അടിപൊളിയാണ് റോഡ്. ശരിക്കും നമ്മൾ ഈ പോകുന്ന റൂട്ട് പറഞ്ഞാൽ അപ്പുറം റൂട്ടിൽ കൂടെ ഇന്നലെ നമ്മൾ പോയിന് കേട്ടോ. ഇങ്ങോട്ട് കണ്ടോ, ആ റൂട്ടിൽ കൂടെ ഇന്നലെ നമ്മൾ അങ്ങോട്ട് തിരിച്ചു പോയിരുന്നത്. തിരിച്ചു ഇത് വരുമ്പോൾ ഇവിടെ നമുക്കൊരു 2 എടുക്കാണ്ട് നമ്മൾ യാച്ചിൻ വ്യൂ ഹോം സ്റ്റേ എന്നൊക്കെ വന്നപ്പോൾ ഇങ്ങനെ കണ്ടിട്ടോ. ഇവിടെ ഒരു വഴി ബ്ലോക്ക് ചെയ്യാം. അപ്പോൾ നല്ലൊരു പാലമാണ്. പാലം ഓപ്പണൊക്കെ നടന്നത് പുതിയ റോഡാണ്. ബ്ലോക്കാക്കി തന്നെ നോക്കിയാൽ അങ്ങനെ നമ്മൾ കുറേ ദൂരം ഓടിയോണ്ട് ബേസ് ക്യാമ്പിൽ എത്തിട്ടോ. ബേസ് ക്യാമ്പിൽ നിന്ന് മേലേക്ക് നമുക്ക് കഷ്ടിട്ട് പറഞ്ഞു. അത് ചെറുതായിട്ട് മണ്ണിലൊക്കെ കാണുന്നുണ്ട്. ക്യാമ്പിന്റെ ബോർഡ് കഴിഞ്ഞ് കുറച്ച് മുന്നിൽ വരുമ്പോൾ ഇവിടെ 2 എടുക്കണം കേട്ടോ. നമുക്ക് ഇവിടെ നമ്മൾ 2 കൊടുക്കണം. പേരൊക്കെ എഴുതാണ്ട് അവിടെ 2 എടുത്ത് കുറച്ചിങ്ങനെ പോകുമ്പോൾ കണ്ടോ. അതൊക്കെ കല്ലൊക്കെ വെച്ച് ഇവിടെ എന്തൊക്കെ പരിപാടികളൊക്കെ ഉണ്ട്.
ബേസ് ക്യാമ്പ് ഒത്തിരി പോകണ്ട നമുക്ക്. ബേസ് ക്യാമ്പിന്റെ ലാസ്റ്റ് പൊസിഷൻ കേട്ടോ. ഇവിടെ നമുക്ക് വണ്ടി നിർത്താം, ഇതിന് അപ്പുറത്തേക്ക് വണ്ടി പോകില്ല. നമ്മളെ ബാക്കി ഏതാണ്ട് നമുക്ക് ആർമി ഏരിയ ഉണ്ടോ അവിടെ വരെ വേണമെങ്കിൽ പോവാം, അത്രേ പോകാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ ചോദിച്ച് പറഞ്ഞ മഞ്ഞുമല ഉണ്ടെങ്കിൽ അവിടെ അങ്ങനെ കാണാൻ തന്നെ പോകുള്ളൂ. തൊടാളെ യോഗം തന്നെ കിട്ടിയിട്ടില്ല. സിയാച്ചിനിൽ കേട്ടോ കാറ്റൊക്കെ തണുപ്പാണേലും ഇവിടെ വരെ വണ്ടി നമുക്ക് അലോഡുള്ളൂ. ഈ പാലത്തിന്റെ അവിടെ വരെ നമുക്ക് വേണമെങ്കിൽ നടന്നാണ് പോയേക്കാറ്. അവിടെ മിലിറ്ററി ഏരിയ എന്ന് കരുതി അതൊന്ന് പോയേക്കട്ടെ. പിന്നെ ഇതിന് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഈ സൈഡ് ചൈന ബോർഡർ, അങ്ങേ സൈഡ് പാകിസ്ഥാൻ ബോർഡർ, അങ്ങനെ 2 ബോർഡറുകളും കൂടിച്ചേർന്ന ഒരു ഏരിയ കേട്ടോ. ഇന്ത്യൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സിയാച്ചിൻ എന്ന് പറയും. ഇവിടെ എന്താ പാലത്തിൻ്റെ അവിടെ വെള്ളം ഒലിച്ചായിരുന്നു. ഈ മണ്ണ് കലങ്ങിക്കൊണ്ടാണ് വെള്ളം തെളിയിലെടുക്കുന്നത്. നല്ല തെളിയുള്ള വെള്ളമാണ്. കാരണം അവിടെ കാണുന്ന മഞ്ഞൊക്കെ ഉണ്ട്, അതൊക്കെ ഉരുകിയിട്ടാണ് അങ്ങോട്ട് വരുന്നത്. ഏതായാലും പോകാൻ പറ്റുന്നിടത്തൊന്ന് പോയേക്കാം. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വെള്ളം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് ഒഴുകി വരും കേട്ടോ. നമ്മൾ ഇന്നലെ പോയ ഏരിയയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആ ഭാഗത്തേക്ക് വെള്ളം ഒഴിച്ചു വരും. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് വെള്ളം വരുന്നത്. മിലിറ്ററി ഏരിയ അവിടെ കുറേ എന്തൊക്കെയോ പ്രോഹിബിറ്റഡ് ആണ്. ഫോട്ടോ വീഡിയോ ഒക്കെ പ്രോഹിബിറ്റഡ് ആണ്. ഡ്രോണൊക്കെ എല്ലാവരും ഇവിടെ തന്നെ വണ്ടി എടുത്തിട്ടുണ്ട്. നമ്മൾ നടന്ന് ഏതായാലും ഇങ്ങനെ നടന്ന് പോകുന്നത് വണ്ടി, നമ്മളെ വണ്ടി അവിടെ, വേറെ വണ്ടിയുടെ അവിടെ. അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല, പെർമിഷൻ വേണം. പെർമിഷൻ എന്തായാലും കാര്യമായിട്ട് കാണാനൊന്നുമില്ല. അപ്പോൾ മിലിറ്ററി കാര്യങ്ങളൊക്കെ അവിടെ കാണാം. ഹെലികോപ്റ്റർ പോകുന്നുണ്ട്, ഞങ്ങൾ ഇവിടെ നിന്നപ്പോൾ കണ്ടോ. പുതിയ കുറേ വണ്ടി അങ്ങോട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ എന്തോ സംഭവം ഉണ്ട്. അതേമാതിരി വീട്ടിലൊക്കെ വന്നാണ് കേരള വണ്ടിയാണ്. ഇവിടെ ഒന്നിന് പാകം തെളിവാറാതെ തന്നെ ഉള്ളൂ. ഇവിടെ കയറ്റി വണ്ടി കഴിച്ച് വെറുതെ ഫോട്ടോ ഒക്കെ ചോദിച്ചാൽ വണ്ടി. അവിടെ നിന്ന് 2 മലയാളം കണ്ടില്ല, ഓരോ 2 ബൈക്കിലേക്ക് നിർത്തിട്ടുണ്ട്. പോണതൊക്കെ വീഡിയോ ഫോട്ടോസ് ഒക്കെ കളിക്കുന്നു. നമ്മൾ ഇന്നത്തെ സ്റ്റേ എവിടെ കേട്ടോ, മിലിറ്ററി കോട്ട. നിങ്ങൾ ജഗ്ഗില് താനം കൊടുത്തു നിങ്ങൾ മിഞ്ഞാന്ന് ഭക്ഷണം കൊടുത്താണ് ഞങ്ങളെ നെട്ടിച്ചിക്കണ്. സാധനമൊക്കെ വണ്ടിയില് ഭക്ഷണം ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. പായസം മറുപടി ത്രില്ലായി. ഓണം ഓണം സംഭവം എന്താണ് നമ്മൾ ത്രില്ലായി. ചെറുചോറൊക്കെ എന്ന് വെച്ചാന്നോ ബിരിയാണി അതൊക്കെ ഇരുന്നോളാം. ആണ്ട് മാറുമെങ്കിൽ അവിടുന്ന് എന്റെ തിന്നായിട്ടോ ചായ അടിക്കാൻ നിൽക്കാൻ തന്നായി. ഞാൻ കഴിച്ചു, ഞാൻ 7 മണിയായപ്പോ കഴിച്ചു. കാരണം നമ്മള് പായസം മൂടേക്കല്ലേ, പായസം ലാസ്റ്റ് പറയാം. ഞങ്ങൾ തുടങ്ങണ്ടോ പായസം, ചോറ്, മുട്ട, നല്ല പിക്കിള്, ദാല്, കറി, റൊട്ടി റൊട്ടി. ഓ മൈ ഗോഡ്, റൊട്ടി ആകെ റൊട്ടി റൊട്ടി. അല്ല ഒന്നും കുറവില്ല കേട്ടോ, എല്ലാം ഉണ്ട്. രാത്രി എങ്ങനെയാ പടേ കിഴങ്ങ് വെച്ച് മിക്സ് ആണ്. രാവിലെ ഓടിയണ്ടിൽ പവറ്